അലൈക്കും. ഞാൻ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കാണിച്ചു തരാം. ഇത് സേമിയയും ശർക്കരയും അവിലും കൊണ്ടുണ്ടാക്കിയ ഒരു പലഹാരമാണ്. ആവിയിൽ വേവിച്ചെടുത്തതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ചെയ്യണേ. അത് നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കേട്ടോ. ആദ്യമായി ഒരു കപ്പ് അവിൽ ഞാൻ പാനിലിട്ട് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയെടുക്കുന്നു. ഇത് മട്ട അവിലാണ്, ഒരു ഗ്ലാസ്സാണ് ഞാൻ എടുത്തത്. അവിൽ നല്ലവണ്ണം മുറിഞ്ഞ് വരുമ്പോൾ അത് ഞാൻ മാറ്റി വെക്കും. അവിലൊക്കെ നല്ലോണം ഞെരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഞാനിത് മാറ്റി വെക്കുന്നു. ആ കടായിൽ തന്നെ ഒരു 1.5 കപ്പോളം സേമിയ ഉണ്ട് വറുത്തത്. അത് ഞാൻ അതിലേക്ക് ഇടുന്നു. അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നു. ഇനി ഞാൻ ഒരു കപ്പ് ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഞാൻ ഒന്ന് പാനിയാക്കി എടുക്കുന്നു. ഈ കടായിലേക്ക് ഒരു അല്പം നെയ്യ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നു. ഇതിലേക്ക് അല്പം കശുവണ്ടി ഞാൻ ചേർക്കണം. കുറച്ച് കറുത്ത മുന്തിരി. എൻ്റെ കയ്യിൽ വെളുത്ത മുന്തിരിയില്ല, കറുത്ത മുന്തിരിയാണ് കേട്ടോ. ഇതൊന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാണ് വെക്കുന്നത്. ഈ നേരത്തെ നമ്മൾ വറുത്ത് വെച്ച അവിലുണ്ടല്ലോ, ഇതൊന്ന് ഞാൻ പൊടിച്ചെടുക്കുന്നു. ഓക്കെ, നമ്മൾ കശുവണ്ടിയും പിന്നെ മുന്തിരി കൂടി നെയ്യിൽ തന്നെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. ആ വറുത്ത് വെച്ച സേമിയ ഉണ്ടല്ലോ, അത് അതിലേക്ക് ആഡ് ചെയ്യുന്നു. ഈ നേരത്തെ ഉരുക്കി വെച്ച ആ ശർക്കരപ്പാനി ഉണ്ടല്ലോ, ആ ഇതിലേക്ക് കല്ലൊന്നും ഇല്ലാണ്ടിട്ടാനാണ്. സേമിയ ഒന്ന് ചെറിയ രീതിയിലൊന്ന് വെന്ത് കിട്ടട്ടെ. നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു പിഞ്ച് ഉപ്പ് ചേർക്കുന്നു കേട്ടോ. ഇനി നേരത്തെ വറുത്ത് വെച്ച പൊടിച്ചെടുത്ത അവിലുണ്ടല്ലോ, അത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നു കേട്ടോ.
വെള്ളമൊക്കെ ഒന്ന് നല്ലോണം വറ്റി വരട്ടെ. അതിലേക്ക് ഞാൻ നേരത്തെ വറുത്ത് വെച്ച കശുവണ്ടിയും മുന്തിരിയും കൂടി ഇതിലേക്ക് ചേർക്കുന്നു. ഓക്കെ, ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ആക്കാം. വെള്ളമൊക്കെ വറ്റി നല്ലോണം വന്നിട്ടുണ്ട്. ഈ പാത്രത്തിലേക്ക് വെക്കാം. ഇതായി ചെറിയൊരു പാത്രമാണ് ഞാൻ എടുത്തത്. ഇതിലേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച അത് ഇതിലേക്ക് ഞാൻ ചേർക്കുന്നു. ഞാൻ ലേശം മാറ്റി വെച്ച അണ്ടിപ്പരിപ്പ് എടുക്കാം. അത് ഞാൻ വെറുതെ അങ്ങനെ വെക്കുന്നു. ഞാനൊരല്പം വേറെ എടുത്ത് വെച്ചതായിരുന്നു, നേരത്തെ വറുത്ത് വെച്ചത്. അത് ഇതിലേക്ക് മുകളിലായിട്ട് വെക്കുന്നു. ഞാനൊരു ഇത്തിരിച്ചെമ്പ് വെച്ചിട്ടുണ്ട്. ഉണ്ടോ, വെള്ളം തിളച്ച് വരുന്നുണ്ട്. അതിലേക്ക് ഞാൻ ആവിയിൽ വേവിച്ചെടുക്കുന്നു. ഓക്കെ, ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം. ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എടുത്ത് നോക്കാം. നമ്മുടെ സേമിയ അവിലും കൊണ്ടുള്ള റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അരികുന്നൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. ഒന്നൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. കണ്ടോ, നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, ഇതേപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കും. സേമിയ അവിലും ശർക്കര ഉണ്ടെങ്കിൽ
ആവിയിൽ വേവിച്ചെടുത്തതാണല്ലോ. ഓക്കെ, അത് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ.